ശ്രീ വി വി രാജേഷ് ആത്മഹത്യാക്കുറിപ്പിൽ എന്താണ് തിരുമലാലിനെ പോലെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ ആത്മഹത്യക്ക് കാരണം എന്ന് അദ്ദേഹം തന്നെ മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് എഴുതി വെക്കുന്നുണ്ട്. നമ്മുടെ ആളുകൾ വായ്പ എടുത്തു, അത് തിരിച്ചടയ്ക്കാതെ പല കാര്യങ്ങൾ പറഞ്ഞ് ഉഴപ്പി എന്നടക്കമുള്ള കാര്യങ്ങൾ അവിടെയുണ്ട്. അതിനോട് അങ്ങയുടെ പ്രതികരണം എന്താണ് ശ്രീ വി വി രാജേഷ്? ലക്ഷ്മി, അവിടുന്ന് വായ്പ എടുത്ത ആരൊക്കെയാണ് എന്നുള്ള ഞാൻ ആ ലിസ്റ്റൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ 50,000, 1,00,000 രൂപയൊക്കെ അദ്ദേഹം ആ പ്രദേശത്തെ നിരവധി പേർക്ക് അദ്ദേഹം മത്സരിച്ച വാർഡിലും തൊട്ടടുത്ത് അദ്ദേഹത്തെ കണ്ട ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പലതും കുറച്ചൊക്കെ അടച്ചിട്ടുണ്ട്, ചിലത് അടച്ചിട്ടില്ല. അപ്പോൾ അടയ്ക്കാത്ത എല്ലാം കൂടെ അക്യുമുലേറ്റ് വന്നപ്പോൾ നല്ലൊരു എമൗണ്ട് ആയി പെൻഡിങ് വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാങ്കുകളിലൊക്കെ നിലനിൽക്കുന്ന ഒരു പ്രതിസന്ധിയുടെ ഭാഗമായിട്ട് പലരും FD പെട്ടെന്ന് വിഡ്രോ ചെയ്തപ്പോഴേക്കും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നിട്ടുണ്ട്. അദ്ദേഹം രാഷ്ട്രീയം നോക്കാതെ തന്നെ നിരവധി പേർക്ക് ലോൺ അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അവിടെ ഒരു സ്വാഭാവികമായ സംശയത്തിൽ തിരുമലാലിനെ പോലെ BJP-യുടെ മാത്രമല്ല, അദ്ദേഹം ഈ പറയുന്ന ഹിന്ദു സംഘടനകളുടെ ഒക്കെ അവിടുത്തെ ഒരു പൈനിയർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയും പ്രായമുള്ള മനുഷ്യൻ കൂടിയായിരുന്നല്ലോ. അപ്പോൾ തിരുമല അനിൽ നമ്മുടെ ആളുകൾ എന്ന് വിളിക്കുന്നത് ആരെയാകും ശ്രീ വി വി രാജേഷ്? അല്ല, ഞാൻ പറഞ്ഞത് അദ്ദേഹം അവിടെ ആർക്കൊക്കെയാണ് ലോൺ കൊടുത്തിട്ടുള്ള ലിസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം നിരവധി പേരെ ലോണൊക്കെ കൊടുത്തും മറ്റു കാര്യങ്ങളിലൊക്കെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്, ആ ബാങ്കിൽ യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടും നടന്നിട്ടുള്ള ബാങ്കല്ല. ബോർഡ് മെമ്പർമാരായാലും സ്റ്റാഫായാലും പ്രസിഡന്റ് എന്നുള്ള അനിൽജി ആയാലും ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ ഒരിക്കലും വന്നിട്ടുള്ള സ്ഥാപനമല്ല. അങ്ങനെ ഒരു ക്രമക്കേടും നടത്തിയിട്ടുള്ള സ്ഥാപനമല്ല. പക്ഷേ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാത്ത, പിന്നെ അവിടെ ഈ ഇന്നലെ CPM പറഞ്ഞ പോലെ 38 ലക്ഷം 35 ലക്ഷം അങ്ങനെയൊന്നും കൊടുക്കാൻ നിയമമുള്ള ബാങ്കല്ല. 50,000, 1,00,000 ഒക്കെയാണ് അവിടെ പരമാവധി കൊടുത്തിട്ടുള്ളതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് പക്ഷേ അടയ്ക്കാതെ ഇങ്ങനെ പലരും ഇപ്പോൾ 1,00,000 രൂപ അടയ്ക്കാനുള്ള ആളുകൊണ്ട് 1,500, 2,000 രൂപ അടയ്ക്കും, പിന്നെ 6 മാസം അടയ്ക്കില്ല. അങ്ങനെ വരുമ്പോൾ അതെല്ലാം പലിശയിൽ പോകും. അങ്ങനെ ഉണ്ടായ കുറച്ച് പ്രതിസന്ധി ആ ബാങ്കിൽ ഉണ്ടായിരുന്നു. അല്ലാതെ ബാങ്കിൽ യാതൊരു ക്രമക്കേടൊന്നും നടന്നിട്ടില്ല. ആൾക്കാർ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാത്തുള്ളൂ. നമുക്കറിയാമല്ലോ, ലോൺ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ചുപേരൊക്കെ അടയ്ക്കും, ചിലർ അടയ്ക്കാതിരിക്കും. അതാണ് സഹകരണ സ്ഥാപനങ്ങളെല്ലാം പ്രതിസന്ധിയിലാക്കുന്നത്. അത് ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണത്. വി രാജേഷ്, അതിൽ CPM-നെതിരെയും കേരള പോലീസിനെതിരെയും ആരോപണത്തിന്റെ കുന്തമുന നീട്ടൽ ആത്മഹത്യയിൽ നിങ്ങൾ രാഷ്ട്രീയം കാണുന്നതല്ലേ? യഥാർത്ഥ കാരണം എന്താണ് എന്ന് തിരുമലാനിൽ ആത്മഹത്യക്കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ആളുകൾ വായ്പ എടുത്തു, നമ്മുടെ ആളുകൾ പണം തിരിച്ചടച്ചില്ല, അങ്ങനെ ഞാൻ പെട്ടു, എല്ലാവരും എൻ്റെ തലയിൽ കൊണ്ടുവച്ചു, എനിക്ക് മറ്റു വഴിയില്ലാതെ ഞാൻ ജീവൻ എടുക്കുന്നു എന്ന് കൃത്യമായി എഴുതി വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പോലീസിനെതിരെയും CPM-നെതിരെയും പറയൽ രാഷ്ട്രീയമാവില്ലേ ശ്രീ വി രാജേഷ്? അല്ല ഹാഷ്മി, ഞാനൊരു കാര്യം പറയാം. ആ ബാങ്ക് ഒരു അനിച്ചേട്ടൻ തുടങ്ങിയ ബാങ്കല്ല, തിരുമല അനിൽ ആരംഭിച്ച ബാങ്കല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ആ ബാങ്ക് ഒരു പ്രതിസന്ധിയിൽ 10-15 വർഷം മുമ്പ് പെട്ടു നിന്നപ്പോൾ അദ്ദേഹമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധമുള്ള ആരൊക്കെയോ സംസാരിച്ച് ഈ ബാങ്ക് നല്ല സാധ്യത ഉള്ളതാണെന്ന് പറഞ്ഞ് തിരുമല അനിൽ ഉൾപ്പെടെയുള്ള ഒരു 4-5 പേർ ചേർന്നിട്ട് 15 വർഷമൊക്കെ മുമ്പ് ആ ബാങ്ക് ഏറ്റെടുക്കുന്നു. അത് BJP തുടങ്ങിയതോ അദ്ദേഹം തുടങ്ങിയോ ബാങ്കല്ല. ഏറ്റെടുക്കുമ്പോൾ തന്നെ അതിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. അവരുടെ കഠിനാധ്വാനം കൊണ്ട് ആ ബാങ്ക് ഒരു 10-14 കോടി രൂപ FD ആസ്തിയുള്ള ബാങ്കായിട്ട് മാറി. 5-6 കോടി രൂപ കടം കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഈ കടം കൊടുത്തതിൽ എല്ലാവരും ഇപ്പോൾ ഞങ്ങളുടെ മറ്റൊരു സഹകരണ സ്ഥാപനമുണ്ട്, ഇപ്പോൾ അനന്തപുരം ബാങ്ക്, നന്നായിട്ട് നടന്നു പോകുന്നതാണ്. നിരവധി CPM പ്രവർത്തകർ അവിടെ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. നിരവധി പേർ അടയ്ക്കുന്ന BJP പ്രവർത്തകർ എടുത്തിട്ടുണ്ട്. തിരിച്ച് കൃത്യമായിട്ട് അടയ്ക്കുന്നവരോട് അടയ്ക്കാത്തതുകൊണ്ട് ഞാൻ എത്രയോ പേർക്ക് വേണ്ടി, കോൺഗ്രസ് നേതാക്കന്മാർ പ്രവർത്തകർക്ക് വേണ്ടി, CPM പ്രവർത്തകർക്ക് വേണ്ടി, ഒരു രാഷ്ട്രീയം ഇല്ലാത്തവർക്ക് വേണ്ടി ഒക്കെ അവർ കുറച്ചുകൂടെ കാലാവധി വേണമെന്ന് പറഞ്ഞ് നിരന്തരം ഒരാഴ്ചയും 3-4 ദിവസം ഞാൻ തന്നെ അവിടുത്തെ ബാങ്ക് പ്രസിഡന്റിനെ വിളിച്ച് പറയാറുണ്ട്, പലിശ പരമാവധി കുറച്ച് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കൊടുക്കണം, 10 ദിവസം കൂടെ കാലാവധി കൊടുക്കണം, അല്ലെ 3 മാസം കൂടെ കാലാവധി കൊടുക്കണമെന്നൊക്കെ. അപ്പം അതുപോലെ അതിപ്പം CPM-ന്റെ പ്രമുഖമായിട്ടുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെ അനന്തപുരം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. അവരൊക്കെ ആവശ്യങ്ങളൊന്നും ഞങ്ങളെ വിളിക്കും. ഇതൊക്കെ സഹകരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ കൃത്യമായിട്ട് ആൾക്കാർ CPM നേതൃത്വത്തിൽ എത്രയോ ബാങ്കുകൾ പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ അതിനെ ആക്രമിക്കുന്നതിന് പകരം പരമാവധി ജനങ്ങളെ കൊണ്ട് തിരിച്ചടപ്പിക്കുകയും ഈ പ്രസ്ഥാനം തകരാതെ നോക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ രാഷ്ട്രീയ ആരോപണം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഏറ്റവും വേദനാജനകമായ കാര്യം, അനിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ അത്തരത്തിലൊരു സംഭവം ഉണ്ടായി, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ആ ബോഡി അഴിച്ച് താഴെ ഇറക്കുന്നതിന്റെ തിരക്കിലും ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിന്റെ തിരക്കിലുമായിരുന്നു ഞങ്ങളൊക്കെ തന്നെ. ആ നിമിഷമാണ് കാശ്മീർ CPM ജില്ലാ സെക്രട്ടറിയുടെ ഒരു പത്രക്കുറിപ്പ് പുറത്തു വരുന്നത്. പോലീസ് അന്വേഷണം, പോലീസ് അവിടുത്തെ CI SI ഉൾപ്പെടെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണ്. പോലീസിന്റെ അവർ ഒരാളോടും പോലീസ് സംസാരിച്ചിട്ടില്ല. അതിനു മുമ്പ് തന്നെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി MLA കൂടി ആയിട്ടുള്ള VJO ഇത്ര മനുഷ്യത്വരഹിതമായിട്ട് സംസാരിക്കാമോ? അദ്ദേഹമാണ് ആദ്യം. അതിന്റെ ടൈമിംഗ് നമുക്ക് ചോദിക്കാം. പക്ഷേ ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ ശ്രീ വി രാജേഷ്, താങ്കളടക്കം CPM-നെതിരെയും കേരള പോലീസിനെതിരെയും ആത്മഹത്യ കാരണക്കാരെ ഉന്നയിച്ച ആരോപണങ്ങൾ പിൻവലിക്കുന്നുണ്ടോ?
അതോ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? പോലീസിനെതിരെയുള്ള ആരോപണം ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല. ഞങ്ങൾ ഒരു നിമിഷം കൊണ്ട് വി ജോയി പറഞ്ഞതുപോലെ എടുത്തിയാടി പറഞ്ഞതൊന്നുമല്ല. തമ്പാനൂർ പോലീസ് അദ്ദേഹത്തെ അന്ന് രാവിലെ 5 ലക്ഷം രൂപയുമായിട്ട് ചെന്നില്ലെങ്കിൽ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തും. ഈ പോലീസിന് വിളിച്ച് പൈസ ചോദിക്കാൻ എന്താണ് അധികാരം? പോലീസ് സ്റ്റേഷനിൽ 5 ലക്ഷം രൂപ കൊണ്ട് ചെല്ലണമെന്ന് പറയാൻ വേണ്ടി പോലീസിന് എന്താണ് അധികാരം? പോലീസ് അതിന്റെ നിയമപരമായ കാര്യങ്ങളിലേക്ക് വിടും. ഇപ്പൊ കോടതിക്ക് പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയാൻ റൈറ്റ് ഉണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു എന്നുള്ളതിന്റെ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. പക്ഷേ ആത്മഹത്യാക്കുറിപ്പിൽ അങ്ങനെയെങ്കിൽ ആ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ആത്മഹത്യ നമ്മുടെ എന്ന് പറയണ്ട, അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ ആർക്കും. ഈ ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയുന്നത് വി രാജേഷ്, ഇത് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസത്തിൽ എഴുതുന്നതാണ്. അവൻ്റെ മനസ്സിൽ ഹൃദയത്തിൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ ലോകത്തോട് പറഞ്ഞിട്ടേ ആ മനുഷ്യൻ പോവും. അങ്ങനെയാണല്ലോ ആത്മഹത്യാക്കുറിപ്പിൻ്റെ പ്രസക്തി. പോലീസ് നടപടി അത്രയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അനിച്ചേട്ടൻ ആത്മഹത്യാക്കുറിപ്പിൽ അത് ഉണ്ടാവേണ്ടതാണ്. വി രാജേഷ് ഉണ്ടായിട്ടില്ല. അല്ല, ആത്മഹത്യാക്കുറിപ്പിനെ കുറിച്ച് താങ്കൾ പറഞ്ഞ പശ്ചാത്തലം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ ഏതൊക്കെ കാര്യങ്ങളാണ് പരാമർശിച്ചത് അതൊന്നും നമുക്കിനിപ്പോൾ ചർച്ച ചെയ്യാനായിട്ട് ആളില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇന്നതൊക്കെ എഴുതണമായിരുന്നു എന്ന് ഞാനൊന്നും താങ്കളെ ഊഹിച്ച് പറയുന്നതിലൊന്നും അർത്ഥമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും വേദന തോന്നുന്നു ഇത് അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചഴിച്ച CPM ജില്ലാ സെക്രട്ടറിയാണ്. ഞാൻ ചോദിക്കട്ടെ, CPMന്റെ എത്രയോ ഞങ്ങളെക്കാൾ വലിയ പാർട്ടിയല്ലേ? ഇന്നും ആ പാർട്ടിയുടെ ചില ബാങ്കുകൾക്കെതിരെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. കോൺഗ്രസിന് ഞങ്ങൾ എത്രയോ സ്ഥലത്ത് ആത്മഹത്യ നടന്നിട്ടുണ്ട്. CPMന്റെ ഇന്റേണൽ പ്രോബ്ലം കൊണ്ട്, സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട്. പക്ഷേ കൃത്യമായ അന്വേഷണ വിവരം പുറത്തു വരുന്നതിന് മുമ്പ് നിമിഷങ്ങൾക്കകം ഞങ്ങളായിരുന്നു ഇങ്ങനെയുള്ള വില കുറഞ്ഞ രാഷ്ട്രീയം ഉന്നയിച്ചിട്ട് ആ രാഷ്ട്രീയം മുതലെടുപ്പിന് ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് പിന്നെ പോലീസ് വിളിച്ചിട്ട് 5 ലക്ഷം രൂപ കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞതിൽ യാതൊരു സംശയവുമില്ല. ഒറ്റ കാര്യം കൊണ്ട് രാജേഷ്, ഒരേ ഒരു ചോദ്യം കൂടി. എന്ന് പറഞ്ഞാൽ അനിച്ചേട്ടൻ എനിക്കും വളരെ ദീർഘവർഷമായി വളരെ അടുത്ത സൗഹൃദമുള്ള മനുഷ്യനായിരുന്നു. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ഭേദമന്യേ അവിടെയുള്ള മനുഷ്യർക്കൊക്കെ ഒരുപാട് സഹായിയായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. ഇപ്പോൾ എത്രയാണ് പരമാവധി ബാധ്യത? 6 കോടി 7 കോടി, അല്ലെങ്കിൽ 6 കോടി എന്ന് പറയുന്നത് ആ പ്രവർത്തകന് വേണ്ടി BJPക്ക് ചെലവാക്കാൻ പണമില്ലാത്ത പാർട്ടിയല്ല BJP. ഇനി വ്യക്തിപരമായി അങ്ങയുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന് ചെലവാക്കാൻ 6 കോടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പ്രശ്നമേ ഉള്ള പണമല്ല. ഒരു ശതകോടീശ്വരനായ രാജീവ് ചന്ദ്രശേഖരൻ 6 കോടി സഹായിക്കാമായിരുന്നു. ശ്രീ വി രാജേഷ്, അല്ല, അങ്ങനെയൊന്നും വിലയിരുത്തരുതേ. അങ്ങനെയൊക്കെ വിലയിരുത്തിയിട്ട് എനിക്ക് പറയാൻ പൂർണ്ണമായിട്ട് സമയം തന്നെ. അങ്ങനെ വിലയിരുത്തല്ലേ. ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റോ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അങ്ങനെയാണെങ്കിൽ നാളെ CPMന്റെ പാർട്ടിയിൽ ഒരു പ്രതിസന്ധി വന്നാൽ ഗോവിന്ദൻ മാഷിനെ എടുത്തു കൊടുക്കാൻ സാധിക്കുമോ? വ്യക്തിപരമായിട്ട് ഓരോരുത്തരുടെയും സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ടും ഒക്കെ മറ്റുള്ള പശ്ചാത്തലങ്ങളിലാണ്. ഒരാൾ പൊതുപ്രവർത്തനത്തിൽ വരുമ്പോഴേക്കും ആ പാർട്ടിയുടെ മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധി ഞാൻ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞതുപോലെ വരുന്നത്. മറ്റൊന്ന്, ഈ ഞങ്ങളുടെ BJP കേരളത്തിൽ ഒരു ബാങ്ക് നടത്തുന്നില്ല. ഇപ്പൊ ഞാൻ അടിവരയിട്ട് പറയുന്നത് BJPയുടെ ജോലി ബാങ്ക് നടത്തല്ല, BJP ബാങ്കുകളൊന്നും തന്നെ നടത്തുന്നില്ല. എന്നാൽ ഞങ്ങളുടെ അനുഭാവികളും പ്രവർത്തകരുമായിട്ടുള്ളത് ചിലർ ബോർഡ് മെമ്പർമാരാണ്, ചിലർ ചെറിയ സഹകരണ സംഘങ്ങളുടെ പ്രസിഡന്റൊക്കെയാണ്. അതൊക്കെ അവിടെ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വ്യക്തിപരമായിട്ട് അവരെടുക്കുന്ന തീരുമാനം. BJP ഒരു ബാങ്കും ഒരിടത്തും ആരംഭിച്ചിട്ടില്ല, ആരംഭിക്കാനുള്ള തീരുമാനമുള്ള പാർട്ടിയുടെ ജോലി ബാങ്ക് നടത്തുക അല്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. അപ്പോൾ ഈ അനുഭാവികളും പ്രവർത്തകരും ഒക്കെ അംഗങ്ങളായിട്ടുള്ള സംഘങ്ങൾ പലതും സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ചിലത് വളരെ ലാഭത്തിലോടുകയാണ്. ലാഭത്തിലോടായാലും ലാഭം കൊയ്യാനും ഞങ്ങൾ പാർട്ടി പോകുന്നില്ല. നഷ്ടത്തിലായെങ്കിൽ അത് സഹായിക്കാനും സാധിക്കും. കാരണം ഒരു സ്ഥാപനത്തിൽ 6 കോടിയാണെങ്കിൽ ഞാൻ പറയട്ടെ, അടുത്തൊരു പ്രവർത്തനം പറയും, ചേട്ടാ എന്റെ സ്ഥാപനത്തിൽ 2 കോടിയുടെ കടമുണ്ട്, അത് പാർട്ടി തീർക്കണം, മറ്റിടത്ത് തീർത്തില്ലേ. അങ്ങനെ വന്നു. പിന്നെ പാർട്ടിയുടെ പ്രവർത്തകർക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി, വീട് വെച്ച് ലോൺ എടുത്തവരുണ്ട്, അസുഖം ബാധിച്ചവരുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെ ദിവസവും ലക്ഷക്കണക്കിന് അതെല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ അടുത്ത് ഈ ആവശ്യം വരും. പാർട്ടിക്ക് അങ്ങനെ അതാത് സ്ഥലത്തുള്ള പ്രാദേശിക ഘടകങ്ങൾക്കൊക്കെ സഹായിക്കാമായിരിക്കാം. ആ പാർട്ടിക്ക് അങ്ങനെ സഹായിക്കാനുള്ള സിസ്റ്റം അത് സാധിക്കുകയുമില്ല. പിന്നെ സംസ്ഥാന അധ്യക്ഷൻ അങ്ങനെ സഹായിക്കണമായിരുന്നു, അദ്ദേഹത്തിന് 6 കോടി, അങ്ങനെയൊന്നും വിലയിരുത്തല്ലേ. ആ വിലയിരുത്തലൊക്കെ തന്നെ നമ്മളൊരു മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. അങ്ങനെയൊന്നും വിലയിരുത്തൽ അങ്ങനെ ഒരു പാർട്ടിക്ക് സാധിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.